മെയ് 1 ലോകമെങ്ങും മെയ് ദിനം ആചരിക്കുന്ന ദിനം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തൊഴിൽ സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തണമെന്ന ആവശ്യവുമായി ചിക്കാഗോയിലെ തൊഴിലാളി സമൂഹം 1886 മെയ് 1 നടത്തിയ ഐതിഹാസിക സമരത്തിന്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് ലോകമെങ്ങും മെയ് ദിനം ആചരിക്കപ്പെടുന്നത്. 8 മണിക്കൂർ ജോലി, വിനോദം, വിശ്രമം എന്നിവയ്ക്കായി ഷിക്കാഗോയിലെ തൊഴിലാളികൾ സമരം ചെയ്ത് രക്തസാക്ഷികളായതിന്റെ ഉജ്ജ്വലമായ ഓർമ്മയാണത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഔദാര്യമായി കിട്ടുന്നവയല്ല, അവ നേടിയെടുക്കുവാൻ ത്യാഗോജ്വലമായ സമരങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാണ് ഇതുവരെയുള്ള ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഉദാത്തമായ മനുഷ്യ സങ്കല്പമാണ് മെയ് ദിനം പകരുന്നത്. അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. മനുഷ്യനാൽ ചൂഷണം ചെയ്യപ്പെടാത്ത സമത്വസുന്ദരമായ ലോകത്ത് മാത്രമേ ആ സങ്കല്പം അർത്ഥപൂർണമാവുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. എന്നാൽ ഐതിഹാസിക പോരാട്ടങ്ങളിലൂടെ തൊഴിലാളി വർഗം നേടിയ അവകാശങ്ങൾ രാജ്യത്ത് വെല്ലുവിളിക്കപ്പെടുകയാണ്. ചൂഷണങ്ങൾക്കെതിരെ സംഘടിക്കുവാനും അവകാശ സമരങ്ങൾ നയിക്കുവാനുമുള്ള തൊഴിലാളി വർഗത്തിന്റെ പരിശ്രമങ്ങൾക്ക് നാനാവിധമായ വെല്ലുവിളികൾ നേരിടുന്ന കാലമാണിത്. വർഗീയതയും മറ്റു സങ്കുചിത ചിന്താഗതികളും വഴി സമത്വസുന്ദരമായ ലോക സൃഷ്ടിക്കായുള്ള പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ വിദ്വേഷ പ്രചരണത്തിനും അക്രമത്തിനും അടിച്ചമർത്തലുകൾക്കുമപ്പുറം അടിയുറച്ച വർഗ സമരങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. തൊഴിലാളി വർഗത്തിന്റെ നല്ല നാളേക്കായുള്ള പോരാട്ടങ്ങൾക്ക് മെയ് ദിനം കരുത്തു പകരും. പ്രാചീനതയിൽ നിന്നും ആധുനിക കാലത്തേക്കുള്ള മാനവ ചരിത്രം രചിച്ചത് മനുഷ്യാധ്വാനമാണ്. അധ്വാനശേഷിയാണ് മനുഷ്യന്റെ ഏറ്റവും മൂല്യവത്തായ ശക്തി. ആ ശക്തിയുടെ മൂർത്തരൂപമായ തൊഴിലാളി വർഗത്തിന്റെ വിമോചന മുദ്രാവാക്യമാണ് ഓരോ മെയ് ദിനവും മുഴക്കുന്നത്.